ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പിന്നെയും ഒരു വെള്ളിയാഴ്ച കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കാൻ തരുന്ന സാവകാശത്തെ ഓർത്ത് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മധ്യയിലെ കർത്താവിൻ്റെ മേശയുണ്ടായിരുന്നു. കർത്താവിൻ്റെ മേശ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വരുന്നത് വരെയും നമുക്ക് ഈ ശുശ്രൂഷ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും, അല്ലേ? കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതിനെ വിളിച്ചോതുന്ന ഒരു കാര്യവും കൂടിയാണ്. നമുക്കിന്നൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 44. 24-ന്റെ 44-ാമത്തെ വാക്യം. എനിക്ക് കുറച്ചേറെ ഭാഗങ്ങൾ വായിക്കാനുണ്ട്, അതുകൊണ്ട് 2-3-4 പേര് എനിക്ക് വായിച്ച് സഹായിക്കേണ്ടി വരും. Therefore you also be ready, for the Son of Man is coming at an hour you do not expect. ദൈവം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ പറഞ്ഞു, നമ്മൾ എന്നാണ് കർത്താവ് വരുന്നത് എന്നുള്ളൊരു ഡേറ്റ് നമുക്ക് കർത്താവ് തന്നിട്ടില്ല. ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല. പലരും അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ ഇതുവരെ നമുക്കറിയാം, ആർക്കും കൃത്യമായിട്ട് ഒരു ഡേറ്റ് അറിയില്ല. ഇത്രാം തീയതി കർത്താവ് വരും എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് ഒരു ഡേറ്റ് തന്നിട്ടില്ല. പക്ഷേ പല വാക്യങ്ങളും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ വരവ് സമീപമായി എന്നുള്ളൊരു കാര്യം. കർത്താവിൻ്റെ വരവ് സമീപമായി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പാടിയ പല പാട്ടിലുമുണ്ട്. നമുക്കറിയാം, ആത്മാർത്ഥമായ കർത്താവിനെ സേവിച്ച് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ, കർത്താവേ നീ വേഗം വരണമേ, ഞങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റുവാൻ, കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേരുവാനുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇവിടെ ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, ഭയങ്കര സ്ട്രോങ് ബിൽഡിങ്ങാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ്. ഏത്? യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമായി പറയുന്നത്. അപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ പണിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കർത്താവിനെ എന്നെ കാണിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞേ, ഇതൊന്നും അധികകാലം നിൽക്കുകയില്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം. 24-ാമത്തെ അധ്യായത്തിൻ്റെ ആ തുടക്ക ഭാഗം ഇവിടെ വായിച്ച് 22-ാമത്തെ വാക്യം, 24-ന്റെ 1. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതിലൊന്നും ഈ ബീമിൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ മനോഹരമായ പണിയുണ്ടല്ലോ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കല്ലിന്മേൽ കല്ല് പോലും ശേഷിക്കാത്തൊരു ദിവസം വരുന്നു എന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട്, അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൗണ്ട് ഒലിവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രൈവറ്റ്ലി, വേറെ ആരുമില്ല. പല സമയത്തും കർത്താവിൻ്റെ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സമയത്ത് കർത്താവും കർത്താവിൻ്റെ ശിഷ്യന്മാരും മാത്രമേ ഉള്ളൂ. അവരോട് ചോദിക്കുന്നത്, കർത്താവെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു തരണം, എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക, എന്നാണ്? നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തിലെ ദൈവം ജീവിതം തന്നിട്ടുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമുണ്ട്. എന്ത്? നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ മരണം, അല്ലേ? ആ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് വി വിൽ ഡൈ. എല്ലാവരും മരിക്കും, എല്ലാവരും കാര്യം, പക്ഷേ നമ്മൾ മരിക്കുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലേ? അങ്ങനൊരു ദിവസം നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അതിനെ ഓർത്തില്ല. പക്ഷേ അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പറയുന്ന കാര്യം, ഈ ശിഷ്യന്മാർ വന്നു, കർത്താവ് ഇത് എന്നാ ഇത് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ സൈൻ ഓൾ ദീസ് തിങ്സ് വിൽ ഹാപ്പൻ? 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ പിന്നീട് താഴോട്ട് കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ച 44-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിന് ഇനി സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരോട് ഫൈനലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നൗ റിമെമ്പർ therefore you also be ready. 44-ാമത്തെ വാക്യം, therefore be ready. ഒന്നുകൂടെ വായിച്ചാൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ. അപ്പം മനുഷ്യപുത്രൻ വരും എന്നുള്ളതിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വന്നു. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണ്? പാപികളായ നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. രണ്ടാമത് ഇനി വരുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ രക്ഷയെ അനുഭവിച്ച ദൈവമക്കളെ
കൂട്ടിച്ചേർക്കാനായിട്ട് വരുന്ന, ന്യായം വിധിക്കാനായിട്ട് വരുന്ന ഒരു ദിവസം, രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കി പാർത്ത് ബി റെഡി ഫോർ ഇറ്റ്, ഫോർ ദ ഡേ. അപ്പോൾ ദൈവസഭയോട് പറയുകയാണ്, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം വായിച്ചാൽ പറയുന്ന വാക്യം 43-ാമത്തെ വാക്യം, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, കള്ളൻ വരുന്ന സമയം നമുക്കറിയത്തില്ല, പക്ഷേ കള്ളൻ വരും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് റെഡി ആയിരിക്കും. അതുപോലെ കർത്താവിൻ്റെ വരവ് രണ്ടാമതിന് വരും എന്ന് കർത്താവ് കൃത്യമായിട്ടും ശിഷ്യന്മാരോട് കൃത്യമായിട്ടും പറയുകയാണ്, രണ്ടാമത് ഞാൻ വരും, ആ വരുന്ന സമയത്ത് ഈ മുമ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഞാനിപ്പം സംസാരിക്കുന്നില്ല. എന്നിട്ട് പറയണം, അതിന് കഴിഞ്ഞ ശേഷം പിന്നെ 4 കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത്, അത് പറയുന്നതിന് മുമ്പേ കർത്താവ് ഒരു കാലഘട്ടം പറഞ്ഞു. ഒരു കാലഘട്ടം പറഞ്ഞത് ഇങ്ങനെയാണ്. 38-ാമത്തെ വാക്യം, വേഴ്സ് 38, 38-ാമത്തെ വാക്യം, 37 തൊട്ട് വായിച്ചു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം എന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അപ്പം നോഹയുടെ കാലഘട്ടത്തിലെ ഒരു കാലഘട്ടം പോലെ ആയിരിക്കും ഒടുക്കലത്തെ സമയം. നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തെ വിട്ട് അകന്ന ഒരു കാലഘട്ടമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണല്ലോ നമുക്ക് നോഹയുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഭാഗം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ നമുക്ക് 9-ാമത്തെ വാക്യം വായിച്ചാൽ, 9-ാമത്തെ വാക്യം, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഷേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ പെർഫെക്റ്റ് ഇൻ ഹിസ് ജനറേഷൻ. നോഹ വാക്ക്ഡ് വിത്ത് ഗോഡ്. നോഹ ദൈവത്തെ അനുസരിച്ച് നടന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദ എർത്ത് ഓൾസോ വാസ് കറപ്റ്റ് ബിഫോർ ഗോഡ് ആൻഡ് എർത്ത് വാസ് ഫിൽഡ് വിത്ത് വയലൻസ്. ഭൂമി ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഒരു സമയമായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുമ്പിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് ഓരോ ദിവസവും ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാനായിട്ട് കഴിയും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. സോ ഗോഡ് ഓൾസോ ലുക്ക്ഡ് അപ്പ് ഓൺ ദി എർത്ത് ആൻഡ് ഇൻഡീഡ് ഇറ്റ് വാസ് കറപ്റ്റ്, ഫോർ ഓൾ ഫ്ലഷ് ഹാഡ് കറപ്റ്റഡ് ദെയർ വേ ഓൺ ദി എർത്ത്. ഓരോരുത്തരും തൻ്റെ ഇഷ്ടത്തിൽ ബോധിച്ച വണ്ണം അവരൊരു നടക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം നോഹയോടൊരു കാര്യം പറഞ്ഞു. 13-ാമത്തെ വാക്യം, വേഴ്സ് 13. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ദോസ് പീപ്പിൾ എന്ന് നോഹയോട് പറയുകയാണ്. എന്നിട്ട് നോഹയ്ക്ക് ഒരു പ്ലാൻ കൊടുക്കുകയാണ്. നോഹയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്ലാൻ ഇതാണ്: ഒരു പെട്ടകം പണിയണം. താഴോട്ട് നിങ്ങളുടെ അടുത്ത് വായിച്ചാൽ മതി, നമുക്കറിയാമല്ലോ പെട്ടകം പണിയണം എന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നോഹയുടെ കാലഘട്ടത്തിൽ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ ആ മഴയില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് വന്നിട്ട് പറയുകയാണ്, മഴ വരും, വെള്ളം പൊങ്ങും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പെട്ടകം പണിയണം. ഇത് പണിയുന്ന നോഹയെ ആ നാട്ടുകാരെല്ലാം കളിയാക്കി കാണും, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവ് രണ്ടാമത് വരും എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ജനം പറയും, അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല. എത്രയോ പേര് പറയുന്നുണ്ട്, മനുഷ്യൻ ഒരു ദിവസം ജനിക്കുന്നു, എങ്ങനെയോ മരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, എവിടെയൊക്കെയോ പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വന്ന് കിടക്കുന്നു, അങ്ങനെ സൈക്കിളിൽ പോവുക, അല്ലാതെ ഇതിനപ്പുറത്തോട്ടൊന്നും ഒന്നുമില്ല ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു. അത് തന്നെയുമല്ല, അവർ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആർക്കുക, ഇങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇതൊന്നും അല്ല വിഷയം എന്ന് വിചാരിച്ച് അവർ
നടന്ന ഒത്തിരി കാലം. അപ്പം നോഹയുടെ ആ സമയത്താണ് ദൈവം കൊടുക്കുന്ന ഈ ആലോചന. ഇങ്ങനെ പറയുകയാണ്, നീ ഒരു പെട്ടകം പണിയണം, നീ ഒരു പെട്ടകം പണിയണം. ശരിക്കും ഈ പെട്ടകം പണിയാൻ ഒത്തിരിയും ദിവസങ്ങൾ എടുത്ത് കാണും. ആരാണ് പെട്ടകവും പണിയാനുണ്ടായിരുന്നത്? പെട്ടകവും പണിയാൻ ഒരുപക്ഷെ നോഹയും നോഹയുടെ കുടുംബവും ഒരുപക്ഷെങ്കിൽ കുറച്ച് പേരെയൊക്കെ ഹയർ ചെയ്ത് കാണുമായിരിക്കാം. പക്ഷേ അവർ പണിയുന്ന ഒരു കൂട്ടുപണിക്കാരൊക്കെ പറഞ്ഞാണ്, നോഹപ്പച്ച തലയ്ക്ക് വട്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ, ഇതുവരെ മഴ പെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടകം പണിയുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലത്തിനെതിരെ നിന്ന് പ്രസംഗിച്ച ഒരു വ്യക്തിയായിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കാലത്തിന്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും നോഹയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു, ദൈവം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ദിവസം വരും, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ഇങ്ങനെ ഒരു ദിവസം വരും എന്ന് പറഞ്ഞേച്ച് 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇനി ഫ്രം 7 days now the flood will come. 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ. 4-ാമത്തെ വാക്യം, verse 4. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യങ്ങളൊക്കെ പണിയാനായിട്ടൊക്കെ കൊടുത്തേച്ച് പെട്ടെന്ന് വന്ന ഒരു ദിവസം ദൈവം പറയുകയാണ്, ഇനി 7 ദിവസം മഴ പെയ്യാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ 7 ദിവസം കൊണ്ട് നോഹയ്ക്ക് പെട്ടകം പണിയാനോ, നോഹ വിചാരിക്കുകയാണ്, ഓ സാരമില്ല, പെട്ടകമൊന്നും പണിയണ്ട, അതൊക്കെ നടക്കും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റിൽ കൊണ്ട് പണിയാമെന്നേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഇതിന് തീറ്റിയും ഒക്കെ ശേഖരിക്കാനായിട്ട് 6-ാം അധ്യായം വരെ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ 7 ദിവസം കൊണ്ട് എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് സമീപമായി എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഒരു പക്ഷേങ്കിൽ ഒരു ഷോർട്ട് ടൈം. ആ ഷോർട്ട് ടൈം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് ഒന്നും ചെയ്യാനുള്ള ടൈം നമുക്കില്ല. കർത്താവ് പറയാണ്, ഇറ്റ്സ് ഗോയിങ് ടു കം. അങ്ങനെ ഒരു ദിവസം വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു എന്നതിന് ശേഷം ചോദ്യം ഇതാണ്, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് അവരോട് ചോദ്യം, നമ്മളോടുള്ള ചോദ്യം. എന്നിട്ട് അവരോട് പറയുകയാണ്, 2, 3, 4 എക്സാമ്പിൾ അവരുടെ മുമ്പിൽ കൊടുക്കുക. ആരോടാണ് സംസാരിക്കുന്നത് നമുക്കറിയാം. ആരോടാണ് സംസാരിക്കുന്ന കർത്താവ്? ആരോടാണ്? ശിഷ്യന്മാരോട്, തൻ്റെ അരിമ ശിഷ്യന്മാരോട്. 3.5 വർഷക്കാലം കർത്താവ് ട്രെയിൻ ചെയ്യിപ്പിച്ച 12 ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുക. അവരോട് 4 എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുക. 4 എക്സാമ്പിൾ. അത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് വരെയും ഒരുങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങണം. ഈ കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടണമെങ്കിൽ ഒരുങ്ങണം. പക്ഷേ ഒരുങ്ങി കർത്താവിനെ സ്വീകരിച്ച തൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം 4 കാര്യം പറയുകയാണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. കർത്താവിൻ്റെ വചനം ഈ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതുമ്പോൾ ആദ്യമേ അധ്യായങ്ങളൊന്നും തിരിച്ചിട്ടില്ല. അധ്യായങ്ങൾ തിരിച്ചിട്ടില്ല. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം തിരിച്ചിട്ടേയില്ല. വാക്യങ്ങൾ തിരിച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഈ അധ്യായങ്ങൾ നമ്മൾ വിചാരിക്കും, 24-ാമത്തെ അധ്യായം ഇവിടം കൊണ്ട് തീർന്നു, ഇനി 25-ാമത്തെ അധ്യായം അവിടം തൊട്ട് കർത്താവ് പുതിയ ഇൻസിഡൻ്റ് ആണെന്ന്. ചിലയിടത്തൊക്കെ കറക്റ്റാണ്, ചിലയിടത്തൊന്നും കറക്റ്റല്ല. കാരണം ഈ 24-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തുടങ്ങിയ കോൺവെർസേഷൻ കണ്ടിന്യൂയിങ് ആണ് 25-ലോട്ട് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് 24-ഉം 25-ഉം ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും 24 ഒരു അധ്യായം. പലപ്പോഴും നമ്മൾ ഈ ബൈബിൾ വായിക്കാൻ നേരത്തൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ചില ഭാഗം മാത്രം വായിച്ചോണ്ടിരും. കാരണം അടുത്ത ദിവസം വേറെ ഭാഗമായിരിക്കും ഇതിൻ്റെ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കുക ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയല്ല. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ഇൻസിഡൻ്റാണ്, ഒറ്റ ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ ഒരു സംസാരത്തിനാണ്. ആ ഒരു സംസാരത്തിൻ്റെ ഭാഗം ആദ്യം പറയുകയാണ്. ഒരു എക്സാമ്പിൾ പറയുന്നു. 45-ാമത്തെ വാക്യം തൊട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 45 to 51. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആര്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു
കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടെ തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോട് കൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതെ, അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ഒരു യജമാനൻ്റെ ഒരു ദാസനോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ആ യജമാനൻ്റെ യജമാനൻ കുറച്ച് സമയത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സാഹചര്യം മനസ്സിലാവുന്നു. കർത്താവ് പറയുന്നു, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസം പോവും. പോയി കഴിയുമ്പോൾ നിങ്ങളെ കുറച്ച് പേരെ ഞാൻ ഏൽപ്പിച്ചേച്ച് ഞാൻ പോവുക. ഞാൻ പോയേച്ച് വരുന്നൊരു സമയമുണ്ട്. നിങ്ങൾക്ക് രണ്ട് ആറ്റിറ്റ്യൂഡ് എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഞാൻ എന്ത് പറയും, ഞാൻ വിശ്വസ്തനായിട്ട്, whom is faster when he comes and finds so doing. He says, വിശ്വസ്തനായിട്ട്, assuredly I say to you that he will make him the ruler over all this. He says, made ruler of his household to give them food. അങ്ങനെ അവനെല്ലാവരും തക്ക സമയത്ത് അതത് സമയത്ത് ആ ഭക്ഷണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത അവനെ തക്കതായ റിവാർഡ് ചെയ്യും എന്ന് പറയുന്നു ഈ യജമാനൻ. എന്നാൽ അവൻ ചിന്തിക്കുകയാണ്, ഈ യജമാനൻ ഇപ്പോഴെങ്ങും വരികയില്ല. He will not come. My master is delaying his coming. ഇനിയും വരികയല്ല, ഇപ്പോഴെങ്ങും വരികയല്ല, സാരമില്ലെന്നേ എന്ന് വിചാരിച്ചുകൊണ്ട് and begins to beat his fellow servants and to eat and drink with drunkards. ഒരു ദിവസം ഈ മാസ്റ്റർ വരും. വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ 25-ാമത്തെ അധ്യായം 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പോകാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരോട് അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയണം, ഒരു കല്യാണത്തിൻ്റെ സെറ്റിങ്ങിൽ മണവാളൻ വരുമ്പോൾ, ഇത് മിഡിൽ ഈസ്റ്റിലെ പശ്ചാത്തലമാണല്ലോ, ആ മിഡിൽ ഈസ്റ്റിലെ പശ്ചാത്തലത്തിൽ ഈ മണവാളൻ വരുന്ന സമയത്ത് സ്വീകരിക്കാനായിട്ട് വെർജിൻ ആയിട്ടുള്ള ആൾക്കാർ അവർ തങ്ങളുടെ വിളക്കുകളെ കാത്ത് അവർ വിവാഹത്തിൻ്റെ സദ്യയ്ക്ക് വേണ്ടി കയറുവാനായിട്ട് അവർ വിളക്കുകൾ കത്തിച്ച്, അന്ന് ഇലക്ട്രിക്കൽ ലൈറ്റ്സുകളൊന്നുമില്ല, അപ്പോൾ അവർക്ക് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് വേണം ആ സദ്യയ്ക്ക് കൂടാനും സദ്യയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ട്. അപ്പം അതിനു വേണ്ടിയുള്ള എണ്ണയും എടുത്തുകൊണ്ട് വേണം അതിലേക്ക് കയറുവാൻ. പക്ഷേ കുറേ കൂട്ടർ വിചാരിച്ചു, മണവാളൻ ഇപ്പോഴെങ്ങും വരികയില്ല, നമുക്ക് അല്ലെങ്കിൽ അന്നേരം പോയി നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ അന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഈ ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ അനേക സ്കിറ്റായിട്ടും പ്രസംഗങ്ങളായിട്ടും ഒക്കെ നമ്മൾ കേട്ടതാണ്. അവിടെ കർത്താവ് ഒടുവിൽ പറയാം, വാച്ച്, നിങ്ങൾ എന്ത് ചെയ്യണം? വാച്ച് therefore, for you know neither the day nor the hour in which the Son of Man is coming. മനുഷ്യപുത്രൻ വരുന്ന സമയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ഉറങ്ങാതെ എണ്ണയെടുത്തുകൊണ്ട് വിളക്ക് കത്തിക്കുവാൻ റെഡിയായി നിങ്ങൾ ഇരിക്കണമെന്ന് കർത്താവോട് ഓർപ്പിക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ. മൂന്നാമത്തെ എക്സാമ്പിൾ 14-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കൽ വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു,
ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ ഈ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്നു. നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അടുത്തടുത്ത് പറയുകയാണ്, ഒരു ദൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരു യജമാനൻ അദ്ദേഹം കൊടുക്കുന്ന 5, 2, 1 താലന്തുകൾ. വിവിധ നിലയിലാണ് താലന്തുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ അല്ല താലന്തുകൾ ദൈവം തന്നിരിക്കുന്നത്. വിവിധ നിലയിലാണ്. 5 ഉണ്ടാക്കിയവൻ 5 ഉള്ളവൻ 5 കൂടെ ഉണ്ടാക്കി, 2 ഉണ്ടാക്കിയവൻ 2 ഉള്ളവൻ 2 കൂടെ ഉണ്ടാക്കി, 1 ഉള്ളവൻ എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ യജമാനൻ കഠിന ഹൃദയനാണ്, അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യാനൊന്നും എനിക്ക് വയ്യ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് കുഴിച്ചിട്ടു. അദ്ദേഹം വന്നപ്പോൾ ഇതാ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തെ വിളിച്ചത്, അദ്ദേഹത്തെക്കുറിച്ച് ആ വ്യക്തിയെ യജമാനൻ വിളിക്കുന്നത്, യു വിക്കഡ് ആൻഡ് ലേസി സെർവൻറ്റ്, യു ന്യൂ ദാറ്റ് ഐ റീപ്പ് വെയർ ഐ ഹാവ് നോട്ട് സോൺ, gather where I have not scattered seed, so you ought to have deposited the money at the bankers. നീ ഇത് വെച്ച് വ്യാപാരം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. അതുകൊണ്ട് സാരമില്ല, നിൻ്റെ ഒന്നെടുത്തിട്ട് നീ പൊയ്ക്കൊള്ളുക എന്നാണോ പറഞ്ഞത്? അതിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് വാക്യം. 3-ാമത്തെ എക്സാമ്പിൾ, 4-ാമത്തെ എക്സാമ്പിൾ, 31-ാമത്തെ വാക്യം, വേഴ്സ് 31. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിനു നീതിമാൻ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിനും നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. പ്രൈസ് ഗോഡ്. ഇത് 4-ാമത്തെ എക്സാമ്പിൾ. 4-ാമത്തെ എക്സാമ്പിൾ പറയുകയാണ്, താൻ കർത്താവ് ഒരു ആട്ടിൻകൂട്ടത്തെ വിളിച്ചിട്ട് 2 കൂട്ടമായിട്ട് തിരിക്കുകയാണ്. 2 കൂട്ടത്തെ തിരിച്ച് വലത്തുഭാഗത്തുള്ള ആ വ്യക്തിയുടെ അടുക്കൽ കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പണീഷ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ റീസൺ പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ സഹോദരങ്ങൾക്ക്
കർത്താവിൻ്റെ സഹോദരങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ബേസിക്കലി എ ബ്രദർ ഇൻ ദ ചേർച്ച്, ദൈവസഭയിലെ വ്യക്തികളെക്കുറിച്ചാണ് പ്രൈമറിലി നമ്മൾ ചിന്തിക്കുന്നത്. ദൈവസഭയെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ സഹോദരന്മാരെന്നുള്ള നിലയിൽ അവരെ കാണുമ്പോൾ അവർക്ക് ദാഹിച്ചും നഗ്നനായും ഇരുന്നപ്പോൾ അവരെ കരുതിയ കാര്യത്തെക്കുറിച്ചാണ് അവരോട് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനെ ഒന്നും ഇവരെ ഒന്നും കണ്ടില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്തിരുന്നൊരു സഹോദരനാണ്, അദ്ദേഹം നഗ്നനായിരുന്നു, അദ്ദേഹം വിശന്നിരിക്കുകയായിരുന്നു, ഇതൊന്നും നമുക്ക് വിഷയമല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ചിന്ത എന്തായിരുന്നു? നമ്മൾ ഒരു സഭയിലായിരുന്നെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മളങ്ങ് പോകുന്ന. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം എൻ്റെ ഈ 4 എക്സാമ്പിളും കർത്താവ് തരുന്നതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവർ തെറ്റ് ചെയ്തത് എന്തായിരുന്നു? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ വ്യഭിചാരം ചെയ്തോ? അവരാരെങ്കിലും കൊന്നോ? ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുത്തോ? ഈ പ്രത്യേകിച്ചും ആ ദാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുഴിച്ചിട്ട് ആ യജമാനന് തിരിച്ചു കൊടുത്തില്ല, അദ്ദേഹം എടുത്തുകൊണ്ട് പോയില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ പറയുന്നത്, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ കർത്താവിനെ ഞാൻ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ജാതികളായ ഒരു വ്യക്തികളോടല്ല സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് 4 എക്സാമ്പിൾ കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ല ചില കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനാകുവാൻ അങ്ങനെ കർത്താവ് സൂട്ടബിളി ഹി റിവാർഡ്സ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതങ്ങൾ തരുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ എണ്ണ സൂക്ഷിക്കുവാൻ, കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളെല്ലാം കർത്താവിന് വേണ്ടി വിശ്വസ്തതയായിരിക്കാൻ, കണ്ടിന്യൂസ് ഫോം ആയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സമയത്തിന് വരുമ്പോൾ അത് കത്തിക്കുമ്പോൾ കത്തണം. അത് കർത്താവ് നമ്മളെ ഓർപ്പിച്ചു. 3-ാമതായിട്ട് പറയുന്നത് വിശ്വസ്തത. ചെറിയ കാര്യത്തിൽ വിശ്വസ്തതയാണെങ്കിൽ നിന്നെ അധികം വിശ്വസ്തനായിട്ട് ഏൽപ്പിക്കും. ചിലർ പറയും, വലിയ വലിയ കാര്യങ്ങൾ, ഇത് ചെറിയ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വലിയ കാര്യങ്ങൾ മതി, ചെറിയ കാര്യങ്ങളൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, വലിയ കാര്യങ്ങൾ. അപ്പോൾ ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെ ആ വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു 5 എണ്ണം കൊടുത്തവൻ 5 കൂടെ ഉണ്ടാക്കി, 2 എണ്ണം കൊടുത്തു 2 കൂടെ ഉണ്ടാക്കി, 1 ഉള്ളവൻ കുഴിച്ചിട്ടു. അപ്പം 4-ാമത് പറയുന്നത്, അവർ ആ സഹോദരങ്ങൾക്ക് ചെയ്തത് കർത്താവിന് ചെയ്തതാണെന്നും അവർ ചിന്തിച്ചില്ല. അവർ തൻ്റെ സഹോദരങ്ങൾക്കാണ് ചെയ്തത്. പക്ഷേ ആ സഹോദരങ്ങൾക്ക് ചെയ്തത് ദൈവത്തിനാണ് ചെയ്തത്, കർത്താവിനാണ് ചെയ്തതെന്ന് കർത്താവ് പറയാം. കർത്താവിന് വേണ്ടി ചെയ്താ. അവന് വിശന്നപ്പം ഞാൻ കൊടുത്തു, പക്ഷേ കൊടുത്തത് ആ സഹോദരനല്ല, ശരിക്കും അത് കർത്താവിനായിരുന്നു കൊടുത്തത്. പക്ഷെ അവരാരും അറിഞ്ഞില്ല, അത് തിരിച്ചറിഞ്ഞല്ല അവർ ചെയ്തത്. പക്ഷേ അന്തിമ നാളിൽ അപ്പം പറയുകയാണ്, ദ ഡേ ഇൻ വിച്ച് വെൻ ഐ കം ബാക്ക്, ഞാനിത് വരും, രണ്ടാമത് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാര്യങ്ങൾ. നിങ്ങളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായോ? കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന എന്നാണെന്നറിയാമോ? ഇതുപോലെ ആയിരിക്കും കാര്യങ്ങൾ. ഒരു കൂട്ടം സഹോദരങ്ങൾ കാണും, അവരെ ഞാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയി, അവർ തിന്നുകയും കുടിക്കുകയും കർത്താവ് ഇപ്പോഴെങ്കിലും വരികയില്ല എന്ന് പറഞ്ഞിരിക്കും. അവരോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത് ഇതായിരിക്കും. 51-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വേഴ്സ് 51, 24-51. യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. Will cut him into 2 and appoint him his portion with the hypocrites, and there shall be weeping and gnashing of teeth. നമ്മളിത് പറയും, സഹോദര രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലേ, കർത്താവിനെ സ്നേഹിച്ചല്ലേ? ആണ്. പക്ഷേ കർത്താവിൻ്റെ വേർഡിക്റ്റാണത്. നമുക്കതിനെ ചോദ്യം ചെയ്യാനുള്ള കാര്യം കർത്താവ് പറയുന്ന വേർഡിക്റ്റാണ്. കർത്താവ് തങ്കച്ചോര കൊടുത്ത് വാങ്ങിയതാണ്, ശരിയാണ്. പക്ഷേ നമ്മൾ അവനൊന്നും ചെയ്തിട്ടല്ല, അവൻ ആരെയും ഒന്നും ചെയ്തില്ല. അവനൊരു പക്ഷെങ്കിൽ അവൻ ചെയ്യാതിരുന്ന മടി കൊണ്ട് അവനൊരു പക്ഷെങ്കിൽ ചെയ്തായിരിക്കാം. പക്ഷേ 2-ാമതായിട്ടുള്ള കാര്യങ്ങൾ, ഒരുങ്ങാതിരുന്ന കന്യകുമാരെക്കുറിച്ച് കർത്താവ് പറയുന്നൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന ഈ 11-ാമത്തെ വാക്യം, 25-11. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാര് വന്ന്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. Assuredly I say to you, I do not know you. എനിക്ക് നിങ്ങളെ അറിയുന്നില്ല. ഇത് നമുക്ക് നേരത്തെയും ഇത് തന്നെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇതേ കാര്യത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. 7-ാം അധ്യായത്തിൽ ചാപ്റ്റർ 7 നമ്മൾ ഒത്തിരി 21-23 വരെ വാക്യങ്ങൾ, 21-23 വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇവരൊക്കെ എങ്ങനെ ഇത്ര അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ അന്നാളിൽ ഇവരെ അറിയുന്നില്ല, അന്നാളിൽ അവരെ അറിയുന്നില്ല. അപ്പം വലിയ വീര്യപ്രവർത്തികളൊക്കെ ചെയ്തതാണ്, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഭൂതങ്ങളെ പുറത്താക്കിയതാണ്. കർത്താവ് അവരോട് പറയാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ആ തൻ്റെ കന്യകമാരോട് പറയുന്നത്? 25:13 he says, watch therefore, for you know whether neither the day nor the hour in which the Son of Man is coming. 13ാമത്തെ വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നാളും നാഴികയും നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തത കൈവിടരുത്. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് മാറി നിൽക്കരുത്. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദിവസം പോലും നിങ്ങൾക്ക് കുറയ്ക്കരുത് എന്ന് പറഞ്ഞു. അടുത്തത് പറയുകയാണ്, 25-3 അടുത്ത് പറയുകയാണ്, ഈ ഒരെണ്ണം മറച്ചു വെച്ച ഈ വ്യക്തിയോട് കർത്താവ് ഡീൽ ചെയ്യുന്നത് കണ്ടത് എങ്ങനെയാണ്? അവരോട് പറയുന്നത് 27ാമത്തെ വാക്യം, 28ാമത്തെ വാക്യം. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നിട്ട് ഈ സഹോദരനെടുക്ക പറയുന്നത്, സഹോദര, ശരി, ഐ എം വെരി സോറി, ബട്ട് യു ക്യാൻ എൻജോയ് മൈ കിങ്ഡം. എന്നാലും നീ എൻ്റെ സ്വർഗരാജ്യത്തിൽ എൻജോയ് ചെയ്യാമെന്നാണ് പറഞ്ഞെങ്കിലെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. ആ വാക്യം, അടുത്ത വാക്യം ഭയങ്കര കഠിനമായ വാക്യം. വായിച്ച അടുത്ത വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു കോംപ്രിഹെൻഡ്. അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ഒരു പാടാണ്. കർത്താവെ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി ഓടി, ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ, എനിക്ക് തന്നിരിക്കുന്ന താലന്ത് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചില്ല, ഞാനിതൊക്കെ ചെയ്തേ ഉള്ളൂ. പക്ഷേ കർത്താവെ, എന്നോട് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഐ എം ഗിവിങ് എ വാർണിംഗ് വെൽ എഹെഡ് ഓഫ് ദ ടൈം. വാട്ട് ഈസ് എ വാർണിംഗ്? ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. അന്തിമ ദിവസത്തിൽ ഇങ്ങനെ ആയിരിക്കും. വെൻ അവർ ഈസ്, നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെന്ന് നിൽക്കുമ്പോൾ, കർത്താവെ, നീ ഒരു കാരണം എന്തുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ അടുക്കൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്? നീ നിഷ്ഠൂരനായ ഒരു മനുഷ്യൻ. ആ വ്യക്തിയോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, കർത്താവിൻ്റെ അടുക്കൽ പറയുന്നത്, ഐ നോ ദാറ്റ് യു ആർ എ ഹാർഡ് മാൻ. 24ാമത്തെ വാക്യം. ഒരു താലന്ത് ലഭിച്ചവനും അവന്റെ അടുക്കൽ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ. നീ ഒരു കഠിന മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ആ കഠിന മനുഷ്യനാണെന്ന്? കാരണം ബന്ധം പോയി, കർത്താവുമായിട്ടുള്ള ബന്ധം പോയി. He lost. He is not in having a tender relationship with the Lord. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങിയതായിരിക്കാം, അതുകൊണ്ടായിരിക്കണം ഇന്നൊരു താലന്ത് അവൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ആ ബന്ധം കർത്താവിൽ നിന്ന് പോയതുകൊണ്ട് അവൻ ഇപ്പോൾ കർത്താവ് ഒരു കഠിന ഹൃദയനായിട്ടാണ് തോന്നുന്നത്. ഇത്രയും സ്വന്തം ജീവൻ കൊടുത്ത വ്യക്തിയോടെ ഈ പറയുന്നത്. പക്ഷേ ന്യായവിധി ദിവസത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, and cast the unprofitable servant into the outer darkness. There will be weeping and gnashing of teeth. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് കർത്താവിൻ്റെ തന്നെ അക്കൗണ്ടല്ലേ? കർത്താവ് തന്നെ പറയുന്നത്. ഇത് ശിഷ്യന്മാരാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാമായിരുന്നു. ഇത് കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. കർത്താവ് പറയുകയാണ്, യെസ്, ദാറ്റ്സ് ഗോയിങ് ടു ബി ദാറ്റ് വേ. ആൻഡ് ദ ലാസ്റ്റ് എക്സാമ്പിൾ ഇവിടെ പറയുന്ന 2 കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് കൂട്ടു സഹോദരങ്ങളുണ്ട്. സഹോദരൻ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി നടന്നു, ഞാൻ ഭക്ഷിച്ചു, ഞാൻ കുടിച്ചു, ഞാൻ കിടന്നുറങ്ങി, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ഞാനിങ്ങനെ പോയി. ഐ ഡോണ്ട് കെയർ ഹൂ ഈസ് ഓൺ ദ നെക്സ്റ്റ് ടു മീ. എൻ്റെ സൈഡിലുള്ള സഹോദരനെ കുറിച്ച് അവനൊരു പക്ഷെങ്കിൽ തിന്നായിരിക്കാം, കുടിച്ചായിരിക്കാം ഒന്നും. യു ഹാവ് നോട്ട് ഡൺ ഇറ്റ്. ആ വ്യക്തി ജീവിതങ്ങളെ പറഞ്ഞു വിട്ടത് ചെയ്യാഞ്ഞത് കൊണ്ടാണ്. അയച്ചയുടെ വാക്യം നമ്മൾ വായിച്ചത്, therefore 44ാമത്തെ വാക്യം. അതിന് അവർ, കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ചെയ്യാഞ്ഞത് എനിക്ക് ചെയ്തില്ലെന്നാ പറയുന്നത്.
നിങ്ങൾ ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാഞ്ഞത് ആർക്കാ? നിങ്ങൾ ചെയ്യാഞ്ഞ സഹോദരനല്ല, അല്ലെങ്കിൽ ആ സഹോദരിക്കല്ല, നിങ്ങൾ ചെയ്യാഞ്ഞത് എനിക്കാണ് ചെയ്യാഞ്ഞത്. സോ വെൻ വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ കർത്താവ് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കൊടുത്താൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആ പ്രവാചകൻ്റെ ആ ഒരു പ്രതിഫലം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ, സി ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. അതാ കർത്താവ് പറയുന്നത്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. കർത്താവ് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദ വേ ഇൻ വിച്ച് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. സൗരങ്ങളെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ കെട്ടുകഥകളാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ദാറ്റ് വേ, ബട്ട് ഗോഡ്സ് വേർഡ് ആൻഡ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. കർത്താവിൻ്റെ വചനത്തിനകത്ത് ഞാനത് പറഞ്ഞ പലപ്പോഴും നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നാലും കർത്താവ് കരുണയുള്ളവനല്ലേ, കൃപയുള്ളവനല്ലേ? തീർച്ചയായിട്ടും കർത്താവ് കരുണയുള്ളവനും കൃപയുള്ളവനുമാണ്, ആയതുകൊണ്ടാണല്ലോ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ സ്നേഹിച്ചത്. പക്ഷേ ഗോഡ് ഹസ് കോൾഡ് us, നമുക്ക് കഴിവില്ല, അതിനെക്കുറിച്ചൊന്നും ഗോഡ് ഇസ് നോട്ട് വറീഡ് അബൌട്ട്. നമ്മളെ ഏൽപ്പിച്ചത്, നമ്മുടെ കയ്യിൽ തന്നത്, നമുക്ക് തന്ന താലന്തിനെക്കുറിച്ചേ ചോദ്യമുള്ളൂ. ഒന്ന് ചോദിച്ചവനോട് ആ ഒന്നിൻ്റെ കണക്കേ ചോദിച്ചുള്ളൂ. ബാക്കി മറ്റുള്ളവന് കൊടുത്തതിൻ്റെ കണക്കല്ല ചോദിച്ചത്. ഒരിക്കലും നമ്മുടെ കഴിവിന് മീതെ അവൻ നമ്മളെ പരീക്ഷിക്കുകയോ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും നമ്മളെ ചെയ്യില്ല. അവൻ നല്ല കർത്താവാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഗോഡ് കോൾസ് us and tell us be serious about it. നമ്മുടെ കർത്താവിനുള്ള നടത്തം. അപ്പം നോഹയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കി. നോഹയോട് പറഞ്ഞു, നോഹ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, കർത്താവ് ഇത്ര നിഷ്ഠനാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നോഹ ചിന്തിക്കുകയാണ്. നോഹയാണ് ഈ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ വ്യക്തിയാണെങ്കിൽ നോഹയോട് പറഞ്ഞു, നോഹ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നോഹ ഉണ്ടാക്കാതിരുന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും? ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും തടസ്സപ്പെടുകയല്ല. ഒരു പക്ഷെങ്കിൽ ദൈവം വേറൊരു നോഹയെ എഴുന്നേൽപ്പിക്കും. പക്ഷേ നോഹയെ സംബന്ധിച്ചിടത്തോളം വലിയ മിസ്സിങ് ആയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കണ്ടത് നമുക്ക് ഈ നോഹയോട് പറഞ്ഞു, മോനെ നീ പോയൊരു പെട്ടകം ഉണ്ടാക്കണം. അവൻ ഈ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ് ഫോർ ഇറ്റ്. ഒരു പക്ഷേങ്കിൽ വുഡ് മേടിക്കണമായിരുന്നായിരിക്കാം, ഒത്തിരി വർക്ക് ചെയ്യണമായിരിക്കാം. ഈ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. ഈ ടോൾഡ് കിഡ്സിനോടൊക്കെ പറഞ്ഞു, കുഞ്ഞെ ഇങ്ങനൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാ നടക്കുന്നെന്നുള്ള ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാ വരുന്നെന്ന് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് തിടുക്കത്തോടു കൂടി ചെയ്യണം. എന്നേലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അവർ തിടുക്കത്തോടെല്ലാം പ്രിപ്പയർ ചെയ്തു. ആൻഡ് വൺ ഡേ ഗോഡ് ടോൾഡ് ഇറ്റ്സ് ഇനഫ്, നൗ ഇറ്റ്സ് ടൈം, നൗ ഇറ്റ് ഇസ് ടൈം ഫോർ ദ റെയിൻ ടു കം. പിന്നെ അവർക്ക് 7 ദിവസമേ കൊടുത്തുള്ളൂ. ദ ടൈം വാസ് വെരി ഷോർട്ട്. അതുകൊണ്ട് 24-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഒരു വാക്യമുണ്ടല്ലോ, 40-ാമത്തെ വാക്യം, വേഴ്സ് 40. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 people will be in the ഓഫീസിൽ നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. One will be taken എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ വണ്ടറിങ് ഒന്നും അല്ല. ബിക്കോസ് ദർ വിൽ ബി എ ക്ലിയർ. സി ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സൺ ഓഫ് ഗോഡ് ഹൗ ഇസ് ഹി ഗോയിങ് ടു കം. 30-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി there will be a loud thunder will be coming with a great shout. അതുപോലൊരു കാഹളം ധ്വനിക്കും. ആ കാഹളം ധ്വനിക്കുമ്പോൾ താട്ട് വായിച്ചാട്ടെ. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ആകാശത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ തൻ്റെ വൃതന്മാരെ ചേർത്തുകൊള്ളും. ആ ചേർത്തുകൊള്ളുമ്പോൾ 2 പേരിരുന്ന് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമായിരിക്കും. ഒരാളെ ചേർക്കും, മറ്റേ ആളെ കൈവിടേണ്ട വരും, ഗതികേട് വരും. ഞാൻ പിന്നെയും പറയട്ടെ, കർത്താവ് ആരെയും നരകത്തിലോട്ട് വിടുവാൻ കർത്താവിന് ആഗ്രഹമില്ല. നരകം കർത്താവ് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ കാര്യമേ അല്ല. അവിടേക്ക് പോകുവാൻ ആരെക്കുറിച്ചും കർത്താവിന് ആഗ്രഹമില്ല. ആരെയും അങ്ങോട്ട് അവിടെ തന്നെ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിട്ടിട്ടുമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് പിന്നെയും അവസരങ്ങൾ തരുന്നു. ആ ദിവസത്തിൽ പറയുന്നു, ആൻഡ് ഹി വിൽ സെൻഡ് ഹിസ് ഏഞ്ചൽ the great sound of a trumpet, and they will gather together his elect from the 4 winds and from the end of the heaven to the other. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കാണണം. ആ കൂട്ടത്തിൽ ചേർക്കുമ്പം നമ്മൾ ആ കൂട്ടത്തിൽ കാണണം. ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ
ചില നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മൾ വിചാരിക്കും വളരെ കാഷ്വലായിട്ട് നമ്മുടെ ജീവിതം എടുക്കരുത്. കർത്താവിനെ സ്നേഹിക്കുന്നതിനകത്ത് നമ്മൾ പിന്നോട്ട് പോകരുത്. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, നമുക്ക് വളരെ മനോഹരമായി അറിയാം. 39-ാമത്തെ വാക്യം, 37-38 വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 37, 38, 39. വരുവാനുള്ളവൻ വരും, താമസിക്കയിൽ. അടുത്ത വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. There is a hope for that calling. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നെ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ല. അടുത്ത വാക്യം 39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരല്ല, പിന്നെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പ്രത്യാശ ഇതായിരിക്കണം. നമ്മൾ നാശത്തിലേക്ക് പോകാനായിട്ടുള്ളവരല്ല, നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല, നമ്മൾ അവിശ്വസ്തരായിട്ടല്ല, നമ്മൾ വിശ്വസ്തരായി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യമായിക്കൊള്ളട്ടെ വലിയ കാര്യമായിക്കൊള്ളട്ടെ, നമ്മുടെ കഴിവിനനുസരിച്ച് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതിനനുസരിച്ച് വിശ്വസ്തത ആചരിക്കുവാൻ ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഇന്നോ നാളെയോ എന്നോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. കാലങ്ങളും സൈനികളും ഒക്കെ നമുക്കറിയാം. പക്ഷേ എക്സാക്റ്റ് ഡേറ്റും അവറും മിനിറ്റും നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പറഞ്ഞു, നോഹയുടെ കാലഘട്ടത്തിൽ കർത്താവ് ഒരു സമയം പറഞ്ഞു, ആ കാഹളം ധ്വനിച്ചപ്പോൾ പിന്നീട് അവർക്ക് സമയമുണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടകമുണ്ടാക്കാനോ പിന്നീട് ഒരു കാര്യം ചെയ്യാനോ ഒന്നും സമയമില്ലായിരുന്നു. പിന്നെ കയറുക, അടയ്ക്കുക, പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രിയ സ്വരങ്ങളെ, നമ്മളിന്ന് പകലിത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഉത്സാഹിക്കാൻ, കർത്താവേ എന്നെ സഹായിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്സാഹത്തോടെ നിൽക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചത് ഇനി ആരുമില്ലേലും കർത്താവിൻ്റെ പരിപാടികൾ നിവർത്തിക്കും. പരിപാടികൾ നിവർത്തിക്കും. നമ്മൾ വിചാരിക്കും എന്നെ കൂടാതെ കർത്താവ് പോവുകയില്ല, അല്ലെങ്കിൽ കർത്താവ് ഒക്കെ ശരിയാണ്, നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ ശരിയാണ്, കർത്താവിന് നമ്മളോട് പ്രിയമുണ്ട്, സ്നേഹമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്നും രാവിലെ ഭയപ്പെട്ട് എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ? ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. അതിനുവേണ്ടിയല്ല. കർത്താവ് നമ്മളെ തൻ്റെ ജീവൻ കൊടുത്ത് രക്ഷയിലേക്ക് നടത്തിയത് നമ്മളെ കൊണ്ടുപോകാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ അവിശ്വസ്തരാകാതെ വിശ്വസ്തരായി ദൈവത്തിൻ്റെ ആ സ്നേഹത്തോടുകൂടി മുമ്പോട്ട് നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.